സത്യത്തിൽ ഇത് കഴിക്കുന്നത് എനിക്കല്ല പരിചയമില്ല. പിന്നെ ഒരു ലാർജ്, അതും സോഡ ചേർക്കാതെ. അളിയന്റെ ദുഃഖം ഓർത്തിട്ട് ഞാൻ അടിക്കുക. ഇപ്പൊ തന്നെ പോയി അവളെ പിടിച്ചിറക്കൊണ്ടുവരാം. അത് പബ്ലിക്കിന്റെ മുമ്പിൽ ഞാൻ ജെന്റില. ഒരു നിയമപാലകൻ ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ. നിയമത്തിന് വേണ്ടി പൊരുതുന്നവനാണ് അളിയൻ, നീതിക്ക് വേണ്ടി പോരാടുന്നവനാണ് ഞാൻ. ഞാനൊരു കറുത്ത ഗൗണിട്ടാലും അളിയനൊരു കാക്കി ഉടുപ്പിട്ടാലും മനുഷ്യനല്ലാതാവില്ലല്ലോ. നീതി നിയമം തൽക്കാലം മാറ്റിവെച്ച് നമുക്കൊരൽപ്പ തന്റെ ഇടം കാണിക്കാം. അതിരിക്കട്ടെ, അളിയെ വിളിച്ച അവള് വരുവോ? ഏത് പാതിരാത്രിയിലായാലും ഞാൻ വിളിച്ച അവൾ ഇറങ്ങി വരും, ഉറപ്പാ. എന്നാ ഈ പാതിരാത്രി ആയിക്കോട്ടെ. അളിയൻ എന്താ ഈ പറയുന്ന? ഇപ്പോഴോ? ഇപ്പോഴേ. അത് വേണോ? വേണം. ഹലോ, എന്താ ഇവിടെ? ഇത് മിസ്റ്റർ നരേന്ദ്രൻ, ഇതെന്റെ അളിയനാ. പേര് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, അന്ന് അളിയനെ രക്ഷിച്ച ആളല്ലേ. അതെ, ഇപ്പൊ അത് രക്ഷിക്കാൻ പറ്റുമോ? ഫ്രാങ്കായിട്ട് പറയാം, ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? നന്ദിനിയെ അല്ലേ? കറക്റ്റ്. എല്ലാം അറിഞ്ഞ് തയ്യാറെടുപ്പോടെയാ വന്നിരിക്കുന്ന. അതെ, തയ്യാറെടുപ്പിൽ തന്നെയാ. നാളെ എന്റെ പെങ്ങൾ നന്ദിനിയുടെ വിവാഹ. പെങ്ങളോ? അങ്ങനെ ഒരു ആങ്ങളെ അവൾക്കുണ്ട്. അതുകൊണ്ട് ശൂരത്വമൊന്നും കാണിക്കണ്ട. ഭീഷണിയാണോ? അല്ലാതെ കല്യാണം മുടക്കരുതെന്ന് അപേക്ഷിക്കാനോ അഭ്യർത്ഥിക്കാനോ വന്നതല്ല. നിങ്ങൾ ആരായാലും എനിക്കൊരു പ്രശ്നമല്ല. ഞാൻ ഇഷ്ടപ്പെട്ട നന്ദിനിയാണെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിച്ചിരിക്കും. തന്റെ ഇടമുള്ള ആണുങ്ങളെ എനിക്ക് ഇഷ്ടം. നേരിടാനും ഒരുക്കോ. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. പാതിരാത്രി വിളിച്ചിറക്കൊണ്ടിരുന്ന പരിപാടി ക്യാൻസൽ. തട്ടിക്കൊണ്ടുവരൽ, കിഡ്നാപ്പ്, സെക്ഷൻ 363 ശിക്ഷ കടുത്തതാണ് എന്ന് കരുതി വിഷമിക്കണ്ട. എന്റെ ബുദ്ധിയിൽ ഒരു ഐഡിയ തെളിഞ്ഞു വരുന്നു. എന്താ ഐഡിയ? ഒരു തറവേല. ഒരു തറവേല.